ഹലോ മക്കളെ, സ്നേഹാമസാണ്. ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം. അപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ എടുക്കാറായിട്ടുണ്ട് അല്ലേ? നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം എഴുതാനുള്ളതാണ്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നല്ല കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം അല്ലേ? ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ബോൺസായി നമ്മൾ ഇതിന് മുമ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ കവിത നമ്മൾ സെറ്റാക്കിയതാണ്. അപ്പോൾ ഇനി അതിൽ നിന്ന് എന്തൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് ചെറുതായിട്ട് നമുക്ക് എന്താണ് ബോൺസായി എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവണം അല്ലേ? നമ്മൾ ആ ഫുള്ള് കവിത എടുത്തു കഴിഞ്ഞതാണ്. എന്നാലും ഇത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറയാം. എന്താണ് വലിയ വലിയ മരങ്ങൾ ഉണ്ടാവില്ലേ? ആ വലിയ വലിയ മരങ്ങളുടെ അല്ലെങ്കിൽ വലിയ വലിയ ചെടികളുടെ മിനിയേച്ചർ വേർഷൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ബോൺസായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ശരിക്കും ഈ ബോൺസായി സാധാരണ ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു അല്ല അല്ലേ? അതിനെ നമ്മൾ മനുഷ്യന്മാർ ക്രൂരത ചെയ്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു വയറൊക്കെ പിടിച്ച് എന്താണ് കെട്ടി വലിച്ച് പിന്നെന്താണ് കുഞ്ഞി ചെടിച്ചട്ടീൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ക്രൂരത ചെയ്ത് അതിനെ അങ്ങനെ ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അതാണ് നമ്മുടെ ബോൺസായി എന്ന് പറയുന്ന ആ കവിതയിൽ പറയുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ വേർഡ് പെട്ടെന്ന് നമ്മൾ കണ്ടിട്ടുള്ള അർത്ഥം എന്തായിരുന്നു? ഈ ബോൺസായി എന്ന് പറഞ്ഞ ചെടീനെ നമ്മൾ എന്താണ് ഇങ്ങനെ വളർത്തുകയും സാധാരണ ചെടീനെ മാറ്റി ബോൺസായി ആക്കുന്നതും പിന്നെ അതിനെടുത്ത് വലിച്ചെറിയുന്നതൊക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു അർത്ഥം ഉണ്ടായിരുന്നു. അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. എന്താണ്? ഇങ്ങനെ അടിമകളാക്കി വളർത്തുന്ന മനുഷ്യന്മാരെ കുറിച്ചല്ലേ? ഒരുപാട് ആൾക്കാർ ചില മനുഷ്യന്മാരെ എന്ത് ചെയ്യും, അടിച്ചമർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരും അല്ലേ? അങ്ങനെ ബോൺസായിയെ പോലെ ഇങ്ങനെ വളർത്തുന്നതിനെ കുറിച്ച്, അതായത് സ്ലേവറിനെ കുറിച്ചിട്ട്, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫ്രീഡത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനൊക്കെ കുറിച്ചിട്ടായിരുന്നു ശരിക്കും നമ്മുടെ ബോൺസായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതും എന്ത് ചെയ്യണം മക്കൾ, പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അതനുസരിച്ച് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നമ്മുടെ ആശയമാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 2025 നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാം. അപ്പോൾ നോക്കിക്കുക, എന്താണ് ആദ്യം നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാവും? എന്തായാലും കവിതയുടെ ഒരു ഭാഗം തരും. നമുക്ക് 2 ഭാഗങ്ങളായിട്ട് ആ കവിതയെ തരംതിരിക്കാൻ പറ്റും. ഒന്ന്, ബോൺസായി സാധാരണ പോലെ എന്താണ് ഒരു സാധാരണ ചെടി ബോൺസായി ആയിട്ട് മാറുന്നതും, പിന്നെ നമ്മുടെ ബോൺസായി ചെടി എന്ത് ചെയ്യുന്നത്, പ്രതികരിക്കുന്നതാണ് ആ 2ാമത്തെ ഭാഗം തന്നിട്ടുള്ളത് അല്ലേ? അപ്പം അങ്ങനെ ആ 2 ഭാഗത്തിൽ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും മക്കൾക്ക് എക്സാമിന് തരുന്നുണ്ടാവാം. ഓക്കെ, എന്നിട്ട് ഇതെന്താണ് നമ്മുടെ ആദ്യത്തെ ഭാഗമാണ് തന്നിട്ടുള്ളത് അല്ലേ? നമ്മളെന്താണ് സാധാരണ ഒരു പ്ലാന്റിനെ കിളച്ചെടുത്തിട്ട് നമ്മൾ സുന്ദരമായ ഗമലയിൽ വെക്കുന്നതും പിന്നെ അത് ഡ്രോയിങ് റൂമിൽ കൊണ്ടുവെക്കുന്നതും, ഡ്രോയിങ് റൂമിൽ കൊണ്ടുവച്ചിട്ട് ആനേ ജാനേ വാലല്ലേ വന്നവരും പോകുന്നവരൊക്കെ അതിനെ വളരെ താല്പര്യത്തോടു കൂടി നോക്കുന്നതും, അങ്ങനെ സാധാരണ ഒരു നന്നായി വളരേണ്ട പ്ലാന്റ് മെല്ലെ മെല്ലെ ബോൺസായി എന്ന് പറയുന്ന ആ ഒരു ചെടിയായിട്ട് മാറുന്നതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നോക്കാം. യഹാ പരിവർത്തിത് കെ അർത്ഥ് മേ പ്രയുക്ത് ശബ്ദ കോൺസാ ഹേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പരിവർത്തൻ, എന്താണ് ഈ പരിവർത്തൻ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പഠിച്ചതാണ്. എന്താണ് പരിവർത്തിത് അല്ലെങ്കിൽ പരിവർത്തൻ എന്നൊക്കെ പറഞ്ഞാൽ ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഈ ചേഞ്ച് എന്നുള്ള അർത്ഥത്തിൽ ഏതോ ഒരു വാക്ക് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഗമല എന്ന് വെച്ചാൽ പൂച്ചട്ടിയാണ്, അതായിരിക്കില്ല. ആങ്കൻ മീൻസ് എന്താണ്, മുറ്റമാണ്, അതുമല്ല. ഹസ്രത്ത് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതാണ് എന്ത്, താല്പര്യത്തോടെ എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഈ തബ്ദീൽ ഹോഗൈ എന്ന് പറഞ്ഞ ശബ്ദം എന്താണ്, ചേഞ്ച് ആയി എന്നുള്ള അർത്ഥമാണ് അല്ലേ? അപ്പൊ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എടുത്ത് എഴുതാൻ പറ്റും. ഇത് 1 മാർക്കായിരുന്നു, മക്കൾ ഇത് എടുത്ത് എഴുതുന്നു. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട് എന്ത്, ആ കവിതയുടെ ആസ്വാദൻ ടിപ്പണി ലിഖിയേ, ആശയ ലിഖിയേ, അല്ലെങ്കിൽ കവി ഒരു കവിതാക്ക് എന്താണ് വിശ്ലേഷണാത്മക് ടിപ്പണി ലിഖിയേ. വിശ്ലേഷണാത്മക് ടിപ്പണി എന്താണ്, ഒന്നില്ലേ, ആശയം തന്നെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ എക്സാമിനും ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം മക്കൾ, നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം ആദ്യം പറയാം അല്ലേ? വെറുതെ ഇങ്ങനെ ഒരു കുത്തിക്കലക്കി എഴുതിയിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ആശയം എന്ന് പറയുന്നത് പറ്റില്ല. മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ തന്നെ ഇത് പഠിച്ചിട്ടുണ്ടാവണം. ആദ്യം നമ്മൾ ആശയം എഴുതേണ്ട ഒരു രീതി മനസ്സിലാക്കണം മക്കൾ. ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, ഒരു ഇൻട്രൊഡക്ഷൻ വേണം. നടുവിൽ എന്താണ് ഒരു കോണ്ടന്റിന്റെ ഭാഗം വേണം. പിന്നെ എന്ത് വേണം, നമുക്ക് കൺക്ലൂഷൻ വേണം. ഇങ്ങനെ തന്നെ തിരിച്ച് മക്കൾ എഴുതണം കേട്ടോ. ടീച്ചർമാരെ ഇംപ്രസ് ചെയ്യാനുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതേണ്ടത്. ഇപ്പോൾ പ്രസിദ്ധ കവി, പിന്നെന്താണ് പ്രമുഖ കവി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മക്കൾ എഴുതാറ് അല്ലേ? അതൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റി പഠിക്കാതെ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കൂ കേട്ടോ. നോക്കാം, ആദ്യം നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഹിന്ദി സാഹിത്യക്ക് ആധുനിക കവയത്രി, നോക്കണേ,
ഹിന്ദി സാഹിത്യത്തിലെ ആധുനിക കവയത്രി വെച്ചതാണ് മോഡേൺ ആയിട്ടുള്ള കവയത്രി അല്ലെ, മോഡേൺ ആയിട്ടുള്ള കവയത്രി ആയിട്ടുള്ള രചനാകാരിയായിട്ടുള്ള സുധാ ഉപാധ്യായ്. കവിയുടെ പേര്, അതായത് കവിതയുടെ പേരും വിഷയവും എഴുതിയാൽ തന്നെ മക്കൾക്ക് എത്ര മാർക്ക് കിട്ടി? 1 മാർക്ക് 1.5 മാർക്ക് അവിടെ കിട്ടി. അപ്പൊ അതെന്തായാലും നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ സുധാ ഉപാധ്യായന്റെ ഒരു എന്താണ് ബോൺസായി ഏക്ക് പ്രതീകാത്മക കവിത ഹേ. ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും മക്കൾ ഇത് ഈ ആദ്യത്തെ വരിയെങ്കിലും പഠിച്ചിട്ട് പോകുക. ഈ ഒറ്റ വരി പഠിക്കുക, ഈ ഒരു ആദ്യത്തെ വരി പഠിച്ചിട്ട് ബാക്കി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? കാരണം ലൈൻസ് നമുക്ക് എന്ത് തരും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ടാവും. ഈ ലൈൻസിന് ഇനി വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. നിങ്ങൾ അതേപോലെ തന്നെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുത്താലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു 2 മാർക്ക് കിട്ടാനുണ്ട്. അതിൻ്റെ കൂടെ മക്കൾ നല്ലൊരു ഇൻട്രൊഡക്ഷനും നല്ലൊരു കൺക്ലൂഷനും കൂടി എഴുതി കഴിഞ്ഞാൽ സെറ്റാണ് നമ്മുടെ 4 മാർക്ക്. 4 മാർക്കിനാണ് ചോദിക്കാൻ പോകുന്നത്. അത് സെറ്റായിട്ട് കിട്ടും അല്ലേ? അപ്പൊ നോക്കി എന്താണ് ആദ്യം സുധാ ഉപാധ്യായന്റെ ബോൺസായി എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മക രചനയാണ്, അല്ലെങ്കിൽ പ്രതീകാത്മക കവിതയാണ്. പ്രതീകാത്മക മീൻസ് എന്താണ്? ഒരു സിംബോളിക് കവിതയാണ്. അതായത് ഡയറക്റ്റ് മീനിങ് ആണോ? അത് അല്ല. ഉള്ളിൽ ഒരു പ്രതീകാത്മകതയെന്ന് നമുക്ക് കാണാൻ പറ്റും. അതെന്താണ്? നമ്മുടെ ഈ ഒരു ബോൺസായി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ പ്രതീകമാണ്, ഒരുപാട് ആളുകളുടെ സിമ്പലാണ് അല്ലേ? അത് നമ്മൾ പറയും. അതും കൂടി മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ. इस कविता में गुलामी में जी रहे लोगों के जीवन और उनके आज़ादी की कोशिशों का सशक्त चित्रण किया गया है. ഇത് പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ സൂപ്പർ പോയിന്റ് ആണ്. എന്താണെന്ന് കൃത്യമായിട്ട് മിസ് മലയാളത്തിൽ പറഞ്ഞുതരാവേ. മക്കൾ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനെങ്കിലും നോട്ട് ബുക്കിലോട്ട് എഴുതിയേക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. ഈ നടുവത്തെ ഭാഗം നിങ്ങൾക്ക് എങ്ങനെയും എഴുതാം. ഓക്കെ, നോക്കാം. ഇസ് കവിതാമി, ഈ കവിതയിൽ ഗുലാമി മീൻസ് എന്താണ്? അടിമത്താണ് കേട്ടോ. അടിമയായിട്ട് ജീ രഹേ ലോകോങ്കി, ജീവിക്കുന്ന ജനങ്ങളുടെ ജീവൻ, ലൈഫും, അതായത് അടിമകളായിട്ട് ജീവിക്കേണ്ടി വരുന്ന എന്താണ് ജനങ്ങളുടെ ജീവിതമാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ, ലൈഫാണ് കാണിക്കുന്നത്. അതേപോലെ ഉൻകി, അവരുടെ എന്തും, അവരുടെ ആസാദി മീൻസ് എന്താണ്? ഫ്രീഡത്തിനായിട്ടുള്ള അല്ലെ, ആസാദി ആ വാക്ക് പഠിച്ചു വെക്കണം കേട്ടോ. ഫ്രീഡത്തിനായിട്ടുള്ള ശ്രമവുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ സശക്തമായ ചിത്രമാണ് നമുക്ക് അവിടെ കാണുന്നത്. സശക്ത വെച്ചെന്നാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ബോൺസായിൽ കാണുന്നത്. വെറുതെ കവിത പറഞ്ഞു പോവാണ്, ഒരു പ്ലാന്റിനെ കുറിച്ച് പറയുന്ന കവിതയാണോ? അത് അല്ല. എങ്ങനെയാണ്? അടിമത്തത്തിൽ, ഗുലാമിയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതവും പ്ലസ് അവരുടെ ആസാദിക്കുള്ള, ഫ്രീഡത്തിനായിട്ടുള്ള കോശിഷ്, ശ്രമവുമാണ് നമ്മൾ കാണുന്നത്. അടിപൊളി പോയിന്റ് ആണ് ഇത്. A+ പോയിന്റ് ആണ്. മക്കൾ പഠിച്ചു വെച്ചോളാം. ഓക്കെ. ഇനി മക്കള് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇത് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ഇത് 2 മാർക്കിന് നിങ്ങൾക്ക് എന്താണ് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നോക്കുക, ഇവിടെ ബോൺസായി എന്ന് പറയുന്നത് ആരുടെയൊക്കെ പ്രതീകമാണ്? സ്ത്രീ, ഗരീബ്, ഗുലാം തഥാ അന്യശോഷിത് വർഗുങ്ക പ്രതീക് ഹേ. 4 ആളുകളുടെ പ്രതീകമാണ്. എന്തൊക്കെയാണ്? സ്ത്രീകളുടെ പ്രതീകമാണ്. ഗരീബ് മീൻസ് എന്താണ്? പുവർ ആയിട്ടുള്ള ആളുകളുടെ പ്രതീകമാണ്. അടിമയായിട്ട് ജീവിക്കേണ്ട ആളുകളുടെ, ഗുലാം എന്ന് വെച്ചാൽ അടിമത്വമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, അടിമയായിട്ട് ജീവിക്കേണ്ട ആളുകളുടെ പ്രതീകമാണ്. അതേപോലെ തന്നെ അന്യശോഷിത് വർഗ് വെച്ചെന്താണ്? ചൂഷണം കേട്ടോ. ചൂഷണം ചെയ്യപ്പെടുന്ന എന്ത് വർഗങ്ങളുടെ, അത് ഏതും നമുക്കറിയാം. നമ്മൾ ആ ഒരു നമ്മുടെ ഈ ഫുൾ ആശയം നമ്മൾ പറഞ്ഞതാണ്. ആ ആശയമല്ല, ഫുൾ കവിത നമ്മൾ പറഞ്ഞതാണ്. ആ കവിത പറഞ്ഞപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സംസാരിച്ചതാണ് ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ നോക്കി എന്തൊക്കെയാണ് സ്ത്രീകളുടെയും പിന്നെന്താണ് ഗുലാം അല്ല അടിമകളുടെയും പുവറായിട്ടുള്ള ഗരീബായിട്ടുള്ള ആളുകളുടെയും അതേപോലെ തന്നെ ശോഷിത് വർഗ് ശോഷിക്കപ്പെട്ട ചൂഷണം ചെയ്യപ്പെട്ട ആളുകളുടെ എന്താണ് പ്രതീകമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മക്കൾ അങ്ങനെ പഠിച്ചു വെച്ചോളാം. ഇൻട്രൊഡക്ഷനിൽ അങ്ങ് എന്ത് ചെയ്യണം? ഇംപ്രസ് ചെയ്യണം. ഇനി നടുവത്തെ ഭാഗം നിങ്ങൾ എങ്ങനെ എഴുതി വെച്ചാലും കുഴപ്പമില്ല. ആ ലൈൻസ് അതേപോലെ എഴുതി വെച്ചാലും നമുക്ക് മാർക്ക് കിട്ടാറുണ്ട്. കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അത് നമുക്ക് അങ്ങ് വായിച്ചു പോവാൻ നോക്കാം മക്കള്. കവിതാമേ ബോൺസായി കത്തായേക്ക്, കവിതയിൽ നമ്മുടെ ബോൺസായി പറയുന്നത് എന്തെന്നാൽ हम मनुष्यों ने उसे आंगन से खोद कर गमले में सजा दिया. നമ്മൾ മനുഷ്യന്മാർ എന്ത് ചെയ്തു? അവനെ, നമ്മുടെ ഈ ഒരു ബോൺസായി എന്ത് ചെയ്തു? ആംഗൻ സെ ഖോദ് കർ, സാധാരണ ചെടിയായിരുന്നു അവൻ അല്ലേ, ആ ആംഗൻ സെ മുറ്റത്ത് നിന്നും കിളച്ചെടുത്തിട്ട് ഗമലേമേ സജാലിയ, ഒരു പൂച്ചട്ടിയിൽ അലങ്കരിച്ചു വെച്ചു അല്ലേ. ആനെ ജാനെ വാലെ ലോക്, പോകുന്നവരും വരുന്നവരൊക്കെ എന്ത് ചെയ്തു? അവനെ ഹസ്രത്ത് ബരി നസറും സി ദേഖ്നയിലേക്ക്, വളരെ താല്പര്യമുള്ള കണ്ണുകളാൽ ദേഖ്നയിലേക്ക് നോക്കാൻ തുടങ്ങി അല്ലെ. ധീരെ ധീരെ മെല്ലെ മെല്ലെ വ പൗധ, നോക്കണേ,
ആ ചെടിയാണ് എന്തായിട്ട് മാറിയത്? ബോൺസായി ആയിട്ട് മാറിയത്. അവൻ എന്താണ് ജനിച്ചപ്പോൾ തന്നെ എന്തല്ല, ബോൺസായി അല്ല, അങ്ങനെ മനുഷ്യന്മാർ അവനെ മാറ്റിയെടുത്തതാണ് എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. ഓക്കെ, ബോൺസായി മേ തബ്ദീൽ ഹോഗേലെ, ചേഞ്ച് ആയി എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നുണ്ടായിരുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫിർ മോസം ബദൽ ദിയ, പെട്ടെന്നൊരു ദിവസം എന്താവാണ്, കാലാവസ്ഥ ബദൽ ഗയ അല്ലെ, ചേഞ്ച് ആവാണ്. അതിൽ കർവട്ട്ലി എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? ഏകദേശം ചേഞ്ച് ആയി എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഉസ്മേ ഫൽ ഫൂൽ ആനെ ലഗെ, അവനിൽ ഫ്രൂട്ട്സ് വരാൻ തുടങ്ങി, ഫൽ ഫൂൽ അല്ലെ, ഫ്ലവേഴ്സ് വരാൻ തുടങ്ങി. അതായത് ഇത്രയും കാലം ക്യൂട്ടായി നിലനിന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ബോൺസായി എന്തായിട്ട് മാറുകയാണ്? കുറച്ച് വളരാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഈ മനുഷ്യന്മാർക്ക് അവൻ വളരുന്ന ഇഷ്ടമാണോ? അല്ല, കുറേ പൈസയൊക്കെ ചെലവാക്കി നമ്മൾ അവിടെ അതിനെ കൊണ്ടുവച്ചതാണല്ലേ. അപ്പം പെട്ടെന്ന് അവൻ വളരുന്നത് കാണുമ്പോൾ നമ്മുടെ മനുഷ്യന്മാർക്ക് പേടിയാവാണ്. ഇവൻ പ്രതികരിക്കാൻ തുടങ്ങിയല്ലോ, ഇവനിങ്ങനെ വളർത്താൻ പറ്റില്ല എന്നുള്ളൊരു തോന്നല് വരും അല്ലെ. അപ്പൊ നമുക്ക് അവനില് ഫൂലും ഫലവും ഒക്കെ വരികയാണ്. യെസ് അബ് ദേഖർ ഉസ്കാ മാലിക് ഡർ ഗയ, ഇതൊക്കെ കണ്ടിട്ട് അവന്റെ ഉടമസ്ഥൻ, അവന്റെ ഓണർ കേട്ടോ. ഓക്കെ, മാലിക് എന്നാണ് നമ്മൾ പറയുന്നത്. ഉടമസ്ഥൻ എന്തായി പോയി? ഡർ ഗയ, പേടിച്ചു അല്ലെ, പേടിച്ചു പോവാണ്. ഒരു ബോൺസായിക്കോ കൂടെ പെർ ഫേങ്ക് ദിയ, എന്നിട്ട് എന്ത് ചെയ്തു? അവനെ ആ വേസ്റ്റിന്റെ കൂനയിലേക്ക് എന്ത് ചെയ്തു? ഫേങ്ക് ദിയ, എറിയാണല്ലേ. ഇനി നിന്നെ ആവശ്യമില്ല, കാരണം നീ വളർന്നു തുടങ്ങി, പ്രതികരിക്കാൻ തുടങ്ങി, പ്രതികരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കൂടയിലേക്ക് എടുത്തിടുകയാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് എറിഞ്ഞു അല്ലേ. പക്ഷേ അങ്ങനെ കൂടയിലോട്ട്, വേസ്റ്റിലോട്ട് എറിഞ്ഞാൽ സങ്കടപ്പെടുന്ന ആളായിരുന്നു നമ്മുടെ ബോൺസായി. അല്ല, അവൻ അവിടെ വെച്ച് വളരുകയാണല്ലേ. നോക്കാം, ബോൺസായിക്ക് കൂടെ പെർ ഫേങ്ക് ദിയ, ലേക്കിൻ പക്ഷേ വഹീസെ, അവിടെ നിന്നും വ പൗദ, ആ ഒരു ചെടി സ്വതന്ത്ര ഹോ ജാതാ ഹെ, അവൻ എന്ത് കിട്ടുകയാണ്? ശരിക്കും ഇത്രയും കാലം ഇങ്ങനെ വളർത്തിയായിരുന്നു, അവനെ വേസ്റ്റിലോട്ട് എറിഞ്ഞേ. ആ വേസ്റ്റിലോട്ട് എറിഞ്ഞാലും അവൻ എന്ത് കിട്ടി? അവൻ പുറത്തെത്തി അല്ലേ, പുറത്തെത്തി, മണ്ണുമായിട്ടുള്ള കോണ്ടാക്ട് വന്നു. അപ്പൊ എന്തായി? അവൻ ഫ്രീ ആവുകയാണ്, അവൻ സ്വതന്ത്രനാവുകയാണ്. ഉസ്കി ജഡേ ഫേൽനെ ലഗ്തി ഹെ, അവന്റെ വേരുകൾ എന്താണ്? വളരാൻ വേണ്ടി തുടങ്ങുകയാണ്, അവിടെ വ്യാപിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്, അവിടെ നിന്നും അവൻ ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങാണ്. ഇത്രയും കാലം മിണ്ടാതെ മാലിക് പറഞ്ഞ അനുസരിച്ചിരുന്നു, പക്ഷേ ഇപ്പൊ സ്വതന്ത്രനായി അവൻ എന്താവാണ്? നമ്മള് ജഡയിലെ അവന്റെ വേരുകളൊക്കെ വളർന്നു. ഒരുപാട് കോണ്ടസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാരേജിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ച കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോണ്ടസ്റ്റുകൾ നമ്മൾ ഈ ഒരു ബോൺസായി കവിത വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മക്കൾ ആലോചിക്കണം കേട്ടോ. ചെറിയൊരു ഭാഗത്ത് ഇതിനെ തളച്ചിടരുത്, വളരെ വലിയൊരു ടോപ്പിക്കാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, കൺക്ലൂഷൻ നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ നോക്കാം മക്കള്. യേ കവിത ഉൻ ലോഗോ കെ വിരുദ്ധ ആവാസ് ഉടാത്തി ഹേ, ഈ ഒരു കവിത ആ ഒരു ജനങ്ങൾക്കെതിരെ കേട്ടോ, ആ ജനങ്ങൾക്ക് എതിരെ, വിരുദ്ധ മീൻസ് എന്താണ്? എതിരെ എന്നുള്ള അർത്ഥം കേട്ടോ. ആവാസ് ഉടാത്തി ഹേ, ശബ്ദം ഉയർത്തുന്നു. ഏത് ജനങ്ങൾക്കെതിരെയാണ്? നോക്കാം, ദൂസരോക്കോ ആസാദി നഹി ദേനാ ചാഹത്തെ, മറ്റുള്ളവർക്ക് ഫ്രീഡം കൊടുക്കാൻ ആഗ്രഹിക്കാത്ത, ദേനാ നഹി ചാഹത്തെ അല്ലേ, ആഗ്രഹിക്കാത്ത ആളുകൾക്ക് എതിരെയുള്ള എന്താണ്? ഒരു സംഭവമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഒരു ശബ്ദമാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഈ ഒരു കവിത എന്ന് പറയുന്നത്. ഇത് എഴുതാൻ പറ്റിയില്ലെങ്കിലും ലാസ്റ്റത്തെ വാക്കുകൾ മക്കൾ എഴുതണം. നോക്കുക, ഏക്ക് സുന്ദർ और सरल कविता और सामाजिक रूप में पूर्णतः प्रासंगिक कविता है. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കൺക്ലൂഷനിൽ ഇതെങ്കിലും വേണം. എല്ലാ കവിതയുടെ അവസാനം മക്കൾ ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു സുന്ദരമായ, സരൾ മീൻസ് എന്നാണ് ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ എളുപ്പമായിട്ടുള്ള കവിതയാണ്. അതേപോലെ തന്നെ സാമൂഹിക രീതിയിൽ ഇത് അങ്ങ് കാണാതെ പഠിച്ചാലും നമുക്ക് ലാഭമേ ഉള്ളൂ. കാരണം 10ാം ക്ലാസ് വരെ നമുക്കിത് ഉപയോഗിക്കാം. ലാസ്റ്റ് കവിതയുടെ ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് ഇതങ്ങ് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നോക്കിക്കേ, സാമാജിക് രൂപസേ, സാമൂഹികപരമായ രീതിയിൽ നോക്കുന്ന സമയത്ത് പൂർണ്ണമായി, പൂർണ്ണതഹ, ഇതെന്താണ്? ഒരു സ്പെഷ്യൽ വേർഡാണ്, നമ്മൾ സാൻസ്ക്രിറ്റിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. നല്ല വാക്കാണ്. പൂർണ്ണതഹ മീൻസ് എന്താണ്? പൂർണ്ണമായും എന്നുള്ള അർത്ഥം കേട്ടോ. പൂർണ്ണമായും എന്താണ്? പ്രാസംഗിക, പ്രസക്തമാണ്, അല്ലെങ്കിൽ റെലവൻ്റ് ആണ്, ഇപ്പം ചർച്ച ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്നൊക്കെയുള്ള അർത്ഥമാണ് പ്രാസംഗിക്കിൻ്റെ അർത്ഥം കേട്ടോ. ഓക്കെ, ഇത് മക്കൾ എഴുതി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. മാർക്ക് കിട്ടുന്നത് മാത്രമല്ല, എന്താണ്? ഏകദേശം ഈ കവിതയുടെ ഐഡിയ എന്തുണ്ട്? ഈ ആശയത്തിലുണ്ട്. അപ്പോൾ കവിത വന്ന് കഴിഞ്ഞാൽ ആശയം പഠിക്കാതെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? പോകാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതുക നമ്മുടെ എക്സാം ഒക്കെ. അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.